ഇവിടെ കൊടകിൽ വന്നപ്പോൾ ഇല്ലേ ഒരു അടിപൊളി ഓട്ടോറിക്ഷ ഉണ്ട്. ഒന്നല്ല, ഇവിടെ കുറേ ഓട്ടോറിക്ഷ ഉണ്ട്. അത് കേരളത്തിന് പുറത്ത്, അതായത് വിരാജ്പേട്ടാണ് സ്ഥലം. ഇവിടെ റോട്ടിൽ ഇഷ്ടംപോലെ ഓട്ടോറിക്ഷകൾ ഇതേപോലെയുള്ള. ഞാൻ ആ ഓട്ടോറിക്ഷ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അതിൻ്റെ ഓണറോട് കുറച്ചും കൂടി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചിലപ്പോൾ നമ്മളെ നാട്ടിൽ ഇതേപോലെ മോഡിഫൈ ചെയ്യുന്ന പല ഓട്ടോക്കാരുണ്ടാവുമായിരിക്കും. എന്നാലും അത് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഓട്ടോറിക്ഷ ഇത്രത്തോളം മാഷാഅല്ലാഹ് ഇത്രത്തോളം മോഡിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓട്ടോറിക്ഷ ഇതാണ്, ആളെ വരുതാ. എന്തായാലും പേരെന്തേലും? പുനിത്ത്. നിങ്ങളെ സ്ഥലം ഇവിടെ തന്നെയാണോ? എടുത്തന്നെ. ഓക്കെ. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കേണ്ടിട്ടായിരുന്നു. അപ്പോൾ വണ്ടി ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ വണ്ടി. കർണാടക രജിസ്ട്രേഷനിൽ വരുന്ന ഒരു സാധാരണ ഓട്ടോറിക്ഷ. പക്ഷെ ആ ഓട്ടോയിൽ ചെയ്തേക്കുന്നുണ്ടല്ലേ, വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നല്ല, എന്നാലും മാക്സിമം നല്ല രീതിയിൽ നമ്മൾ വീഡിയോ എടുത്തത്. ആ വരുന്നതാണ് മൂപ്പരുടെ ഫ്രണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒരു ടീമിലുള്ള ആൾക്കാരാണ്. മൂപ്പരൊരു പണിയും കൊണ്ട് പോകുന്നതുകൊണ്ട് ജസ്റ്റ് റണ്ണിങ് ചെയ്ത് വരുന്ന സമയത്ത് ചെറിയൊരു വീഡിയോ എടുത്തതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ബ്രോ ഒന്ന് വരുമോ? ഈ വണ്ടിക്ക് എല്ലാം കൂടെ എത്ര ചിലവായി? ടോട്ടൽ എൻ്റെ പുതിയ ബോഡിയാണ് ചേഞ്ച് ആക്കിയത്. ആ, പുതിയ ബോഡി ഫുള്ള് പുതിയത് തന്നെ. എൻ്റെ 1.5 ലക്ഷമായി. 1.5 ലക്ഷം. അങ്ങനെ 1.5 ലക്ഷം എന്ന് പറയുമ്പോൾ ഫുള്ള് ബോഡി ഫുൾ ചേഞ്ച് ചെയ്ത് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം അടക്കം അങ്ങനെ. ഓക്കെ. എന്തായാലും വണ്ടി അടിപൊളി. ഇവിടെ MVD അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ മോഡിഫിക്കേഷൻ പറഞ്ഞാൽ കുറേ ഇത് നമ്മളുടെ നമുക്ക് വേറെ BMW അങ്ങനത്തെ എടുക്കാനാണില്ല. അതെ നമ്മുടെ ഉള്ള വണ്ടി ഫുള്ള് ഹൈ ലെവൽ അൾട്ടിമേറ്റ് ലെവലിൽ മോഡിഫൈ ചെയ്യാം അല്ലേ? ഓക്കെ. അല്ല MVD പ്രശ്നം ഉണ്ടാവും, പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ പ്രശ്നം അങ്ങനെ. അപ്പോൾ ഇത് എന്തെങ്കിലും ഫൈൻ കിട്ടി? ഫൈൻ ഇട്ടിന് അത് അവർ എന്ത് ഇട്ടാൽ നമുക്ക് നമ്മൾ ആൾട്ടേഴ്സ് വിടുന്നില്ല. ആ, അങ്ങനെ ഫൈന് കിട്ടിയിട്ട് നിങ്ങൾ ഓൾട്രേഷൻ വിടുന്നില്ല. ഇത് ലീഗലായിട്ട് വരാൻ നമ്മളുടെ ഈടെ ഒന്ന് വണ്ടിയല്ല ഇത്. നമ്മുടെ കൊടകിൽ ഒരു 200 വണ്ടി ഉണ്ട് ഇങ്ങനത്തെ. ഓക്കെ. കുറെ വണ്ടി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലബ്ബ് ഉണ്ട് ഇതേപോലെ? ഇങ്ങനെ ക്ലബ്ബില് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്. ക്ലബ് ഒന്നുമില്ല, ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ഈടെ നമ്മളെ സിദ്ധാവറ, പിന്നെ മൂർനാട്, ഓക്കെ, പിന്നെ മടിക്കേരി, ഓക്കെ, പിന്നെ കുശാൽ നഗർ, മാതാപ്പുറ, സുണ്ടിക്കപ്പ, അവിടെ കുറേ ഉണ്ട്. ഇങ്ങനത്തെ കുറേ വണ്ടി ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ MVD പിടിച്ചിട്ട് ഫൈൻ അടിച്ചോ? ഫൈൻ അടിച്ചിന്. എത്ര ഫൈന്? അവർ ഫുള്ള് നമ്മൾ പോയിട്ട് ഫൈൻ കട്ടിയാൽ അവർ എത്ര അവർ എന്താ ഫുള്ള് എഴുതിയാൽ അവർ എത്ര പേർ അത്ര കട്ടണം. അങ്ങനെ ക്യാരിയർ ഇപ്പോൾ എല്ലാം കൂലിങ്ങൾ പിടിക്കുന്നല്ലേ, എല്ലാ ആൾട്ടേഴ്സ് പോണേ എല്ലാം പിടിക്കും. അല്ല, ഇങ്ങനെ ചെയ്തതിനെ കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടോ? വണ്ടി ഇങ്ങനെ അതിങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്തതിൻ്റെ പേരിൽ എന്തെങ്കിലും ആക്സിഡന്റ് ആവലോ? അല്ലെങ്കിൽ പറഞ്ഞാൽ ഈ വീലില് ഈ കുറച്ച് കട്ടിങ്ങിൽ നല്ല കട്ടിങ് കിട്ടും. പക്ഷെ അങ്ങനത്തെ വീലുള്ള കട്ടിങ് കിട്ടില്ല. ഇല്ല, കുറച്ചും കൂടി സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇത് കുറച്ച് വണ്ടി കട്ടിങ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും മാഷാഅല്ലാഹ് വണ്ടി നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നോട്ട് ചെയ്തതാ, തിരിച്ച് വരുമ്പോൾ ഒരാളെങ്കിലും കിട്ടണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ നിങ്ങളെ ടാർഗറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ഇറങ്ങി പോന്ന്, നിങ്ങൾ ബേക്കിലേ വന്ന് ചേസ് ചെയ്ത് പിടിച്ചേ. പിന്നെ വണ്ടി അടിപൊളിയാണ്. അപ്പോൾ നമ്മളെ കേരളത്തിൽ ഇതേപോലെ കുറേ ഓട്ടോറിക്ഷക്കാർ മോഡിഫിക്കേഷൻ കേരളത്തിനുള്ള കൊലവേഷൻ ആക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്ക് ഇനി പറഞ്ഞേക്കാം. ഓക്കെ, മെൻഷൻ ചെയ്തേക്കാം, ടാഗ് ചെയ്തേക്കാം. അപ്പോൾ കേരളത്തിൽ കുറേ ഓട്ടോറിക്ഷനെ മോഡിഫൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ഓട്ടോറിക്ഷനെ മാത്രം, കാരണം സാധാരണക്കാരൻ്റെ ഒരു സാധാരണ വണ്ടിയും കൂടിയാണല്ലോ. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. ഇങ്ങനൊരു വണ്ടിയിലുണ്ടെങ്കിൽ പ്രൈവറ്റ് വണ്ടിയാക്കി മോഡിഫിക്കേഷൻ ചെയ്ത് ചുമ്മാ ഇങ്ങനെ ഒരു രസമല്ലേ? അപ്പോൾ ഇതിൻ്റെ 1-2 സാധനങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഫ്ലിക്കറിങ് എല്ലാം റിലേ വെച്ച് ചെയ്തതല്ലേ? അത് ഇല്ല, ബൾബ് അങ്ങനെ വരുന്നതല്ലേ? അപ്പോൾ ഇതൊക്കെ ഇത് കട്ടൗട്ട് കസ്റ്റം ചെയ്തിട്ട് ഇവിടെ ചെയ്യുന്ന ടീമുണ്ട്. വീട് നമ്മളെ ആക്ച്വലി ഇങ്ങനത്തെ സംഭവമൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ഇടുന്ന കേരളത്തിലെ ഓർഡർ ഒക്കെ. ഓക്കെ. അല്ല, ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ ബോർഡ് വർക്കിലും ചെയ്യുന്ന ആൾക്കാരാണ്. അതെയാ? അപ്പൊ ഇത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി. അപ്പൊ കേരളത്തിൽ ഇതേപോലത്തെ പുതിയ പുതുമകൾ കൊണ്ടുവരാമല്ലോ നമുക്ക്. അപ്പൊ ഇതിൽ ഇത്ര ഓൾട്രേഷൻ ഇത്രേ ഉള്ളൂ അല്ല? ഇതിന്റെ ഇപ്പൊ ഇതൊക്കെ ഇവിടെ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടല്ലേ? വീഡിയോയിൽ പറയാൻ പറ്റുമോ? ഇങ്ങനെ എന്തെങ്കിലും പറയുന്നത് അല്ല, പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന പറയാം. ഇല്ല, എന്താ ഇങ്ങനെ പറയുന്നത്? കൂളിംഗ് ഉണ്ട്. ചെറിയ രീതിയിൽ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ വണ്ടിക്ക്. കാരണം നമ്മൾ ആട്ടോ മാത്രമല്ല, എല്ലാ കാറ് കുറെ വണ്ടിക്ക് ചെയ്യുന്നുണ്ട്. നമ്മളുടെ വണ്ടി പറഞ്ഞു അല്ല, സംഭവം അങ്ങനെ കാണുമ്പോൾ ശരിക്കും ഒരു റേസിംഗിന് പോകുന്ന മാതിരി തോന്നുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലേ? ഇതിനകത്ത് ലൈറ്റ് എത്തോ ഇതിന്റെ ഉള്ളിൽ? ഇല്ല, അതില്ല. ഓക്കെ. ഇതൊക്കെ വൈപ്പറൊക്കെ ഏത് വണ്ടിന്റെ ആയിരുന്നു? ഏത് മാമൂലി അതിന്റെ ക്യാപ്പ് വരണം. അത്ര അങ്ങനെ ഇത് ക്യാപ്പ് മാത്രം ഇടുന്നല്ലേ? ക്യാപ്പ്.
അങ്ങനെ ഇതൊക്കെ DRL പോലെ സെറ്റ് ചെയ്തിട്ട് അത് ഡൂം ഇത് എങ്ങനെ ലൈറ്റ് ആണോ? ലൈറ്റ് ഇടാ, പക്ഷേ ഇട്ടിട്ടില്ലത് ജസ്റ്റ് ഒരു ഷോ മാത്രം, ഇങ്ങനെ ഒരു എംബ്ലം മാത്രം ഇങ്ങനെ കത്തി നിൽക്കില്ല. അത് ഇടണ്ടേ, അത് എടുത്തിട്ട് അവിടെ ഒട്ടിച്ച അങ്ങനെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇതെന്തായിരുന്നു മെറ്റീരിയൽ? സ്കേറ്റിംഗ്. അത് ACP സീറ്റ് അല്ലേ? ACP ഷീറ്റ്. അപ്പോൾ ഇത് നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് ഇതിങ്ങനെ അടിക്കുമോ ഈ സൈഡിൽ? ഇല്ല, അത് പിന്നെ പക്ഷെ നോക്കുമ്പോൾ ഇത്ര ജോൾട്ട് ഇങ്ങനെ ഈ കുണ്ട് റോട്ടിൽ കുറച്ചിരുന്നു, അങ്ങനെ അവിടെ പോകാൻ പാടില്ല, അവിടെ തട്ടിയാൽ കട്ടായി പോകും. ഓക്കെ. അത് 2 ബോൾട്ട് മാത്രം, ജസ്റ്റ് 2 ബോൾട്ടിന്. ഓക്കെ. ഇത് സ്റ്റോക്ക് ടയറിന്? ഇത് അത് മാമൂൽ ടയറാ, നോർമൽ ടയർ. ഓക്കെ. പിന്നെ ഇതിനൊക്കെ നോർമൽ ടയറാ, അത് പറഞ്ഞാൽ ഔട്ട് വരണത് മാമൂൽ ടയറാ സെയിം. ഓക്കെ. ഇത് കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്, ഇവിടെ ചെറിയൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് DRL കൊടുത്തിട്ടുണ്ട്, പിന്നെ ബിഞ്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ. പിന്നെ നമ്മളൊരു ഏരിയയിൽ നമ്പർ പ്ലേറ്റ് ജസ്റ്റ് എക്സ്ട്രാ കൊടുത്ത്, പിന്നെ നമ്പർ പ്ലേറ്റ് ശരിക്കും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫോഗ് ഉണ്ട്. രാത്രിയെല്ലാം വന്നു കഴിഞ്ഞാൽ കോട മഞ്ഞെല്ലാം വരുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ടാവും അല്ലേ? ഓക്കെ. ഫോഗ് ഡബിൾ ടൈപ്പ് അല്ലേ? വാമും വൈറ്റും അല്ലേ? ഓക്കെ ഓക്കെ. ഇതൊക്കെ അതിൻ്റെ ഷീറ്റ് വർക്കെല്ലാം നല്ല ഡിസൈനിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കണ്ടാൽ ഒന്ന് കയറാൻ തോന്നുമല്ലേ ഈ വണ്ടിയിൽ? നമുക്ക് ബാക്കിൽ ഒന്നുകൂടി കാണിച്ചെടുത്താലോ? ഇത് ജസ്റ്റ് ഷോ മാത്രമല്ലേ? ഷോ മാത്രം. ഓക്കെ. ബാക്കിൽ ക്യാരിയർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ടൂറിസ്റ്റ് ബസ്സും ട്രാവലറിനൊക്കെ കൊടുക്കുന്നവർ ഉള്ളതിനെ കൊണ്ട് അൾട്ടിമേറ്റ് ലെവലിൽ. പിന്നെ ഇത് ഇതിൻ്റെ മുകളിൽ സാധനങ്ങൾ വെക്കാൻ കപ്പാസിറ്റി ഉണ്ടോ? ഓക്കെ. നല്ല ഫുള്ള് കൂളിങ്ങിൽ ഒട്ടിച്ച്. ഇതെന്തിൻ്റെ ബമ്പറായിരുന്നു? ഡസ്റ്റർ ഉണ്ടല്ലേ? അത് ഫുള്ള് കവർ ചെയ്ത്. സൗണ്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ടോ? സൗണ്ടില്ല. ഓക്കെ. ഇതൊക്കെ എക്സ്ട്രാ ചുമ്മാ ഷോ. ബാക്കി നമുക്ക് വർക്കിംഗ് കാര്യങ്ങൾ ഓയിൽ ചേഞ്ച് എല്ലാം നോർമൽ. അത് നിങ്ങൾ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഏരിയയിലെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനോടൊന്ന് കയറി വെക്കാം. അങ്ങനെ ഉണ്ടെന്നില്ല. വാ, സെറ്റ്. നല്ല പ്രീമിയം ലുക്ക്. എൻ്റെ മോനെ JBL ഒക്കെ ഉണ്ടോ? അതൊക്കെ എയർ ഫ്രഷ്നർ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ട് കാണിച്ചു കൊടുത്ത ഡാഷ്ബോർഡ്. ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ്. മൂപ്പര് JBL വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിങ്ങനെ നോക്കുന്നുണ്ട്. അടിപൊളി കേട്ടോ. അപ്പോൾ ഓട്ടോക്കാരൊക്കെ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും നമ്മളെ ഈ ഒരു വണ്ടി. പിന്നെ ഇതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടിൻ്റെ കുറച്ച് ഇതാണ് വണ്ടിൻ്റെ ഔട്ടർ ലുക്ക്. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അപ്പോൾ ഈ ടയറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് എവിടെയും നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടില്ല. ഈ ടയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു സിലിണ്ടറാണ്. ഒരു സിലിണ്ടറെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഏത് സൈസിലും ചെയ്യാൻ പറ്റും. സിലിണ്ടറെ കട്ട് ചെയ്തിട്ട് കുറച്ച് പുറത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡ്രം ഉണ്ടല്ലോ, ആ ഡ്രമ്മിനെ നെട്ട് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. മൈസൂരിനല്ലേ ബ്രോ? അതെ, മൈസൂരിൽ നിന്നാണ് ഈ ഒരു സംഭവം സെറ്റാക്കി എടുത്തിട്ടുള്ളത്. ഇത് ഏത് വണ്ടിൻ്റെ ടയറാ? ഇത് മാമൂലി ഓട്ടോ ടയറാണ്. ഇത് ഓട്ടോൻ്റെ ടയർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വീതി കൂടുന്ന സമയത്ത് എയറെന്നറിയാമല്ലോ, എയറെന്നറിയുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ റോട്ടിലേക്ക് തള്ളി വെക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ ഉള്ളോട്ടും ഇടാം, ഇത് പുറത്തോട്ടും ഇടാം. ഉള്ളോട്ടും ഇടാം, പുറത്തോട്ടും ഇടാം. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സ്റ്റീലിൻ്റെ. ഇപ്പോൾ മഴ ആയതുകൊണ്ട് അത്യാവശ്യം ചളിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. വണ്ടി കഴുകി കഴിഞ്ഞാൽ പുലിക്കുട്ടിയാണ്. അപ്പോൾ നമ്മളെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടണം തോന്നി. കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാം. ഓക്കെ. അപ്പോൾ കേരളത്തിലെ ആൾക്കാർ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അവിടെ ഇങ്ങനത്തെ വണ്ടി പക്ഷെ ഇങ്ങനത്തെ ആക്കോ, പക്ഷെ അവരുടെ നമ്മളുടെ കേരളത്തിൽ ആൾട്രേഷൻ കുറച്ച് വേറെ ഡിഫറെൻറ്റ്. നമ്മളുടെ ആൾട്രേഷൻ ഇങ്ങനെ കേട്ടുപോലെ ഇങ്ങനെ. അപ്പോൾ നമ്മളെ കേരളത്തിലുള്ള ഓട്ടോറിക്ഷ കുറച്ചും കൂടി സെറ്റാക്കണം. നിലവിലുള്ളതിനെക്കാട്ടിയും ഇതേപോലെ കുറച്ചും കൂടി അടിപൊളി ആക്കണം അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചിട്ട് മാക്സിമം മോഡിഫിക്കേഷൻ്റെ സംഭവം ഉണ്ടല്ലോ, പൂക്കിയെന്നൊന്നും ഞാൻ പറയില്ല. മോഡിഫിക്കേഷൻ ഇതൊന്ന് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതിനെക്കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ ആക്കിയതിനെ കൊണ്ട് എന്താ ബുദ്ധിമുട്ട് അല്ലേ? ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത്, ടാക്സ് അടക്കുന്നത്, ആ സാധനം എടുത്ത് നമ്മൾ വണ്ടിയിൽ വെക്കുന്നത്, അപ്പോൾ ഫൈന് അല്ലേ? എന്ത് നിയമമാണ് ഈ നിയമം? മാറിയിട്ട് നമുക്ക് എല്ലാവർക്കും ഈ മറ്റേ സൗണ്ട് അടഞ്ഞ് മറ്റേ ഇതുണ്ടല്ലോ, സൈലൻസർ പൊട്ടിച്ച് സൗണ്ട് അടയുന്ന അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഒറിജിനൽ സൗണ്ട് തന്നെയാണ്. പിന്നെ അത്യാവശ്യം കുറച്ചൊന്ന് മെനയാക്കിനി. ഇപ്പോൾ കമ്പനിക്കാർ പറ്റുവാണെങ്കിൽ മോഡിഫിക്കേഷൻ നിങ്ങൾ നിലവിൽ വരുത്തിക്കുന്നില്ലെങ്കിലും ഇതുപോലെ കമ്പനി ഷോറൂമിൽ ഇതുപോലെ ഒന്ന് ഇറക്കി തരുവാണെങ്കിൽ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും അല്ലേ? എന്തായാലും കണ്ടതിൽ സന്തോഷം ബ്രോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഫോട്ടോ എടുക്കാം, ഒരു ഫോട്ടോ എടുത്തോളല്ലേ? നിങ്ങൾ വരുമ്പോൾ ആൾക്കാർ